നമസ്കാരം. ഇന്ന് സംഭവിച്ചതിലേക്ക് സ്വാഗതം. ഞാൻ വേണു ബാലകൃഷ്ണൻ. പത്മജ BJP-യിൽ പോയതോടെ ഇന്നത്തെ കോൺഗ്രസ് ഇന്നു തന്നെ BJP-യിലേക്ക് എന്ന പ്രചാരണവുമായി രംഗത്തിറങ്ങിയ CPI-ന് തിരിച്ചടിയായി എസ് രാജേന്ദ്രന്റെ പുതിയ നീക്കം. രാജേന്ദ്രൻ BJP-യിലേക്ക് എന്ന അഭ്യൂഹം CPM തള്ളിയിരുന്നു. ഇടഞ്ഞു നിൽക്കുന്ന രാജേന്ദ്രനെ പാർട്ടിയിൽ ഉറപ്പിച്ചു നിർത്താൻ MV ഗോവിന്ദൻ മുതൽ MM മണി വരെ രംഗത്തിറങ്ങുകയും ചെയ്തു. എന്നിട്ടും രാജേന്ദ്രൻ ഡൽഹിക്ക് പറന്നു, പ്രകാശ് ജാവദേക്കറെ കണ്ടു. പ്ലാന്റേഷൻ മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചർച്ച ചെയ്തത് എന്ന് രാജേന്ദ്രൻ. ഞാൻ എന്നാ BJP-യിലേക്ക് ചേരാൻ വന്നു എന്നാണ് നിങ്ങളുടെ ധാരണ? പബ്ലിക്കിന് എന്തോരം കാര്യങ്ങളുണ്ട് ഞങ്ങൾ ഇരുന്നപ്പോൾ തുടങ്ങിയിട്ടുള്ളത്. കേരളത്തിൽ ഒരു വാക്കും ഇവിടെ ഒരു വാക്കും പറയുന്ന ആളല്ല ഞാൻ. ആരുടെങ്കിലും എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അത് പിന്നെ പറയാൻ വേണ്ടിയിട്ട് വേറെ നിവൃത്തിയില്ലെങ്കിൽ കണ്ടേ പറ്റൂ. അത് BJP ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും വേറെ ഏത് പാർട്ടി ഭരണം നടത്തിയാലും അവരെ കാണാൻ ചുമതലക്കാരെ അവരെല്ലാം കേരളത്തിലുള്ള ഇവിടെ ഈ ഡൽഹിയിലെ അവിടുത്തെ ഒരു കാര്യമുണ്ട്, നല്ല പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് എന്ന് പറഞ്ഞാൽ തീർക്കാൻ അവരെ കൊണ്ടേ അത് പറ്റത്തുള്ളെങ്കിൽ അങ്ങനെ പറ്റുള്ളൂ. ഞങ്ങൾ തമ്മിൽ പാർട്ടിക്കകത്ത് ചില അഭിപ്രായ വ്യത്യാസമുണ്ട്, പറഞ്ഞു തീർക്കട്ടെ, അന്നേരം ബുദ്ധിപ്പിക്കും, മാത്രമേ ഉള്ളൂ. രാജേന്ദ്രൻ പറയുന്നതാണോ ഡൽഹി സന്ദർശനത്തിന്റെ യഥാർത്ഥ ഉദ്ദേശ്യം? രാജേന്ദ്രൻ മറുകണ്ഠം ചാടിയാൽ പത്മജ സംഭവത്തിലെ മേൽക്കൈ CPM-ന് നഷ്ടമാകുമോ? നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. നിതിൻ, ഈ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് രാജേന്ദ്രൻ എന്തൊക്കെയാണ് പരസ്യമായി പറയുന്നത് എങ്കിലും രാഷ്ട്രീയ നീക്കങ്ങൾ എന്തൊക്കെയാണ്? രാജേന്ദ്രൻ BJP-യിലേക്കെന്ന് എപ്പോഴേക്ക് ഉറപ്പിക്കാൻ കഴിയും? പത്മജ വേണുഗോപാൽ BJP-യിലേക്ക് പോയതിനു പിന്നാലെ ഇന്നത്തെ കോൺഗ്രസ് നാളെ BJP-യിലേക്ക് ആകും, അല്ലെങ്കിൽ കോൺഗ്രസിന് വോട്ട് ചെയ്താൽ അത് BJP-ക്ക് തുല്യമാണെന്ന പ്രചരണം CPM തെരഞ്ഞെടുപ്പ് സമയത്ത്, പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിലടക്കം CPM ശക്തമായി ഉയർത്തിയിരുന്നു. ആ CPM-നെ പ്രതിരോധത്തിലാക്കുന്നതാണ് ഇന്നത്തെ പ്രകാശ് ജാവേദ്കറുമായുള്ള എസ് രാജേന്ദ്രന്റെ കൂടിക്കാഴ്ച. കഴിഞ്ഞ ദിവസം, അതായത് LDF-ന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ രാജേന്ദ്രൻ പങ്കെടുത്ത രണ്ടാം നാളാണ് ഡൽഹിയിലെത്തി പ്രകാശ് ജാവേദ്കറുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. കേരള പ്രഭാരിയാണ് പ്രകാശ് ജാവേദ്കർ. സ്വാഭാവികമായിട്ടും ഈ കൂടിക്കാഴ്ചയെ സംബന്ധിച്ച് എസ് രാജേന്ദ്രൻ നൽകിയ പ്ലാന്റേഷൻ മേഖലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാനാണ്. ഇതിൽ മറ്റ് രാഷ്ട്രീയമായിട്ടുള്ള മറ്റ് കാര്യങ്ങളൊന്നുമില്ല. പ്രത്യേകിച്ചും സൗഹൃദ സന്ദർശനം എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയെങ്കിൽ പോലും ഇപ്പോഴത്തെ അന്തരീക്ഷം നമുക്കറിയാം. CPM-മായി കഴിഞ്ഞ ഏതാനും നാളുകളായി എസ് രാജേന്ദ്രൻ അകൽച്ചയിലാണ്. അതിനുശേഷം BJP-യിലേക്ക് ചേരുമെന്ന റിപ്പോർട്ടുകളുണ്ടായിരുന്നു. അത് നിഷേധിച്ച് രാജേന്ദ്രൻ രംഗത്ത് വന്നിരുന്നെങ്കിലും അതിനുശേഷമാണ് LDF-ന്റെ കൺവെൻഷനിൽ പങ്കെടുത്തത്. പക്ഷേ അതിനുശേഷം രണ്ടാം നാൾ BJP-യിലെ ഡൽഹിയിലെത്തി ഒരു പ്രധാനപ്പെട്ട നേതാവുമായി കൂടിക്കാഴ്ച നടത്തുന്നു. ആ കൂടിക്കാഴ്ച സ്വാഭാവികമായിട്ടും വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ചും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ മൂന്നാറിലെ തോട്ടം മേഖലയിൽ, തമിഴ് സ്വാധീനമുള്ള മേഖലയിലടക്കം രാജേന്ദ്രനെ പാർട്ടിയിലെത്തിച്ചാൽ ഗുണം ചെയ്യുന്ന ഒരു പ്രതീക്ഷയിലാണ് BJP ഉള്ളത്. അതുകൊണ്ട് തന്നെ BJP-യിലേക്ക് എത്തിക്കാനുള്ള ചർച്ചകൾ ഇപ്പോഴും തുടരുന്നുണ്ട്. ആ ചർച്ചയ്ക്കിടെയാണ് ഇപ്പോൾ രാജേന്ദ്രന്റെ ഡൽഹി സന്ദർശനവും പ്രകാശ് ജാവേദ്കറുമായുള്ള കൂടിക്കാഴ്ചയും. എന്തായാലും കൂടിക്കാഴ്ച ശേഷം രാജേന്ദ്രൻ ഇപ്പോൾ തിരിച്ച് നാട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ട്. ഒരുപക്ഷേ ചെന്നൈയിലെത്തി അദ്ദേഹം മറ്റു കൂടുതൽ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്താൻ സാധ്യതയുണ്ടെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായ വിവരം. എന്തായാലും BJP നേതൃത്വം ഇപ്പോൾ രാജേന്ദ്രന്റെ BJP പ്രവേശനവുമായി ബന്ധപ്പെട്ട് യാതൊന്നും തന്നെ ഇപ്പോൾ തള്ളുന്നില്ല. കാരണം വൈകാതെ തന്നെ രാജേന്ദ്രൻ BJP-യിലേക്ക് എത്തുന്നുള്ള ചില സൂചനകൾ തന്നെയാണ് BJP നേതൃത്വം നൽകുന്ന വിവരം. ഒരുപക്ഷേ നാളെയോ മറ്റന്നാളോ നമുക്ക് അത്തരം ചില വാർത്തകൾ കൂടി പ്രതീക്ഷിക്കാം. എന്തായാലും സംസ്ഥാന നേതൃത്വമായി ഇടപെട്ടുകൊണ്ട് രാജേന്ദ്രനെ BJP-യിൽ എത്തിക്കാനുള്ള സജീവ നീക്കം ഡൽഹിയിലും അതോടൊപ്പം തന്നെ കേരളത്തിലും കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഈ കൂടിക്കാഴ്ച എന്ന് ഏറെക്കുറെ ഇപ്പോൾ BJP നേതാക്കളുമായി സംസാരിച്ചപ്പോൾ വ്യക്തമാകുന്നുണ്ട്. എന്തായാലും വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ളൊരു കൂടിക്കാഴ്ചയാണ്. ഏതാണ്ട് 1 മണിക്കൂർ നേരം പ്രകാശ് ജാവേദ്കറിന്റെ വസതിയിൽ അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. സൗഹൃദ കൂടിക്കാഴ്ച എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. എന്തായാലും ജില്ലാ നേതൃത്വമായി വലിയ അഭിപ്രായ ഭിന്നത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്ന് അദ്ദേഹം ഇന്ന് 24-നോട് നൽകിയ പ്രതികരണത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. സംസ്ഥാന നേതൃത്വം ഇടപെട്ട് അംഗത്വം പുതുക്കി നൽകുന്നതുമായി ബന്ധപ്പെട്ട ചില നിർദ്ദേശങ്ങൾ ജില്ലാ കമ്മിറ്റിക്ക് നൽകിയിരുന്നു. പക്ഷേ അതെല്ലാം ജില്ലാ കമ്മിറ്റി അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ എന്തായാലും ഇനി അംഗത്വം പുതുക്കേണ്ടത് ജില്ലാ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾക്ക് ശേഷമാണ്. അതെപ്പോൾ എന്ന കാര്യത്തിൽ രാജേന്ദ്രനും വലിയ നിശ്ചയമില്ല. അതുകൊണ്ട് തന്നെ ഈ കൂടിക്കാഴ്ചയിൽ മറ്റു ചില കാര്യങ്ങളും രാഷ്ട്രീയമായിട്ടുള്ള സാഹചര്യം കൂടി ഈ കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്യുന്നത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും വൈകാതെ തന്നെ ഒരുപക്ഷെ CPM-ന്റെ ഒരു മുതിർന്ന മുൻ MLA തന്നെ BJP-യിൽ എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ള സംബന്ധിച്ചുള്ളൊരു നീക്കങ്ങൾ എന്തായാലും BJP-ക്ക് സംസ്ഥാനത്ത് നടപ്പാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം അത്തരം ചില വിവരങ്ങൾ തന്നെയാണ് BJP നേതൃത്വം നൽകുന്ന കാര്യങ്ങൾ. എന്തായാലും കഴിഞ്ഞ ഏതാനും നാളുകളെ BJP-യുമായി നിരന്തരം ചർച്ചയിലുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഇത്തരമൊരു കൂടിക്കാഴ്ച. എന്തായാലും ഈ കൂടിക്കാഴ്ചയ്ക്ക് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്, പ്രത്യേകിച്ചും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിൽ. CPM-നെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് എസ് രാജേന്ദ്രന്റെ പുതിയ നീക്കം. നിതിൻ അംബുജനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. രാജേന്ദ്രൻ ജാവദേക്കറെ കണ്ട സാഹചര്യത്തിൽ CPM നേതൃത്വത്തിൽ നിന്നും ഇപ്പോൾ പ്രതികരണങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. CPM ഇടുക്കി ജില്ലാ സെക്രട്ടറിയുടെ വാക്കുകളിലേക്ക്. സ്വാഭാവികമായി അയാൾ ഡൽഹിയിൽ പോയി, അയാൾ XMLA ആണ്, ദീർഘകാലത്തെ പൊതുപ്രവർത്തന അനുഭവങ്ങളൊക്കെയുള്ള സഖാവാണ്. അയാൾക്ക് ഏതെങ്കിലും ആവശ്യത്തിന് പോയിട്ടുണ്ടെങ്കിൽ പോയിട്ട് വരട്ടെന്ന്.
അത് CPM-നകത്ത് ഒരാളിൻ്റെ അംഗത്വം പുതുക്കുന്നതിന് അതിൻ്റെ ചില ഭരണഘടനാപരമായ സംഘടനാപരമായുണ്ട്. വർഷത്തിലൊരിക്കൽ പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കുന്ന സംഘടനാ രീതിയാണ് ഞങ്ങൾക്കുള്ളത്. അത് പുതുക്കേണ്ട സമയമാകുമ്പോൾ അതിൻ്റെ പ്രക്രിയ പൂർത്തിയാവും, മെമ്പർഷിപ്പ് പുതുക്കും. മെമ്പർഷിപ്പ് പുതുക്കിയില്ല എന്നുള്ളത് കൊണ്ട് ഒരാൾക്ക് പാർട്ടി തുടരാൻ പാടില്ല എന്നില്ല. മെമ്പർഷിപ്പിൽ ചില ആളുകൾ ഒഴിവാക്കപ്പെട്ടു പോകും. ആ ഒഴിവായവരും അവർക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമായി തുടരാം. തിരുവനന്തപുരത്ത് കോൺഗ്രസിൽ നിന്നും ഒരു നേതാവ് കൂടി BJPയിലേക്ക്. തിരുവനന്തപുരം നഗരസഭ മുൻ പ്രതിപക്ഷ നേതാവും KPCC എക്സിക്യൂട്ടീവ് അംഗവുമായിരുന്ന മഹേശ്വരൻ നായരാണ് BJPയിൽ ചേർന്നത്. K കരുണാകരന്റെ വിശ്വസ്തനായിരുന്നു. കോൺഗ്രസിൽ കൈപ്പേറിയ അനുഭവം ഉണ്ടായിട്ടില്ല എന്നും വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടാണ് പാർട്ടിയിൽ നിന്ന് അകന്നത് എന്നും മഹേശ്വരൻ നായർ പറഞ്ഞു. ഉപാധികളില്ലാതെയാണ് BJP പ്രവേശമെന്നും മഹേശ്വരൻ നായർ വ്യക്തമാക്കി. മറ്റൊരു വാർത്തയിലേക്ക്. EPക്കും രാജീവ് ചന്ദ്രശേഖരനും ബിസിനസ് ബന്ധം സമ്മതിക്കേണ്ടി വന്നെന്ന അവകാശവാദവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. തന്റെ വിശ്വാസ്യതയാണ് തെളിഞ്ഞത് എന്നും സതീശൻ പറഞ്ഞു. രാജീവ് ചന്ദ്രശേഖരന്റെ പങ്കാളിത്തത്തെപ്പറ്റി വൈദേകവും നിരാമയെയുമാണ് മറുപടി പറയേണ്ടത് എന്ന് പറഞ്ഞൊഴിയുന്നു EP. ഭാര്യയുടെ ഓഹരി വിറ്റ് പാർട്ടിക്കകത്ത് പുകയുന്ന അതൃപ്തി തീർക്കാനും EP ഒരുങ്ങുന്നു. അതേസമയം ബിസിനസ് ബന്ധത്തിൽ എന്ത് തെറ്റ് എന്ന പ്രതികരണവുമായി രാജീവ് ചന്ദ്രശേഖറും രംഗത്തെത്തി. നിങ്ങൾ ചോദിക്കേണ്ടത് ആ കമ്പനിയോട് ചോദിക്കുക. എനിക്ക് കമ്പനിയുടെ വക്താവല്ലേ. ഒന്ന് നിരാമയ എന്ന് പറയുന്നവരോട് അവരോട് ചോദിക്കുക. എനിക്ക് തോന്നുന്നു അവർ തന്നെ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഏതെങ്കിലും കമ്പനീൻ്റെ കാര്യം പറയേണ്ട ബാധ്യതയില്ല. അത് എനിക്കറിയേണ്ട കാര്യമില്ല. അത് അവരുടെ ബിസിനസ്. നിരാമയ ഉണ്ടെങ്കിൽ നിരാമയയുടെ ബിസിനസ്, വൈദികം ഉണ്ടെങ്കിൽ വൈദികത്തിൻ്റെ ബിസിനസ്. എനിക്കിതിലൊന്നും ഭാഗവാക്കാകേണ്ട ഒരു കാര്യമില്ല. ഒഴിവായി പോകാൻ തന്നെയാണ് എൻ്റെ ഭാര്യ തീരുമാനിച്ചത്. അതിൽ നിന്ന് ഒഴിവായി ഷെയർ കൊടുത്ത് ഞങ്ങൾ കൊടുത്ത കാശ് കിട്ടിയാൽ അതും വാങ്ങി പോകാൻ തന്നെയാണ് ഭാര്യ തീരുമാനിച്ചത്. എനിക്കങ്ങനെ ബിസിനസ് നടത്തേണ്ട കാര്യമില്ല. ഞാൻ ബിസിനസ്സുകാരനുമല്ല, ഞാൻ രാഷ്ട്രീയക്കാരനാണ്. ജനിച്ചത് മുതൽ ഞാൻ രാഷ്ട്രീയത്തിലാണ്. വൈദേകം റിസോർട്ടിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ഷെയറുണ്ട്, കുടുംബത്തിന് ഷെയറുണ്ട്. ആ ഷെയറുള്ള ആ സ്ഥാപനവും കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരന്റെ നിരാമയ റിസോർട്ടും തമ്മിൽ ബന്ധമുണ്ടാക്കി. അതിലാണ് നിരാമയ വൈദേക റിസോർട്ട് എന്നായി അത് മാറിയത്. അവർ തമ്മിലുള്ള ഫോട്ടോ അടക്കമുള്ള കാര്യങ്ങളുണ്ടോ എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു. എൻ്റെ കയ്യിലുണ്ട് ഫോട്ടോ അടക്കമുള്ള കാര്യങ്ങൾ. അവർ തന്നെ പബ്ലിഷ് ചെയ്താണ്. ആ പടമല്ല ഫേക്ക് ചെയ്തെന്ന് ഇപ്പോൾ പറയുന്നത്. അത് വേറൊരു പടം ഫേക്ക് ചെയ്ത. ഫേക്ക് ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, വ്യാജ പടം ഉണ്ടെങ്കിൽ അവർക്കെതിരെ കേസെടുത്തോട്ടെ, ഒരു കുഴപ്പമില്ല. CPM-ന്റെ സംസ്ഥാന കമ്മിറ്റി അറിഞ്ഞില്ലേ? കേന്ദ്ര കമ്മിറ്റി അറിഞ്ഞില്ലേ ഇത്തരം വ്യവസായങ്ങൾ നടത്തുന്നത്, ഇത്തരം ബിസിനസ് നടത്തുന്നത്? EP ജയരാജൻ ആൻഡ് രാജീവ് ചന്ദ്രശേഖറിന്റെ വൈഫിന്റെ ആരോ ഒരു ബിസിനസ് ഡീൽ ഉണ്ടെങ്കിൽ അത് കോൺഗ്രസും അല്ല BJPയും CPM-ന്റെ എഗ്രിമെന്റ് ആണോ? ഇതെല്ലാം ഒരു ഫിക്ഷൻ. എന്തിന്? ഒരു കമ്മ്യൂണിറ്റീനെ പേടിപ്പിക്കാൻ, അത്രേ ഉള്ളൂ. ഈ സ്ട്രാറ്റജി ഇവിടെ നടക്കില്ല. അത് തെലങ്കാനയിൽ ഇറ്റ് മേ ഹാവ് വർക്ക്ഡ്. ഇവിടെ നടക്കില്ല, ഞാൻ നടക്കാൻ സമ്മതിക്കില്ല. ഇവരുടെ ഓരോരോ നുണ ഐ വിൽ എക്സ്പോസ് ഇറ്റ്. അതിൽ ടൈം സ്പെൻഡ് ചെയ്ത് എക്സ്പോസ് ചെയ്യണമെങ്കിൽ ഞാൻ ചെയ്യും. തന്റെ ഭാര്യയ്ക്കെതിരെ വ്യാജ ചിത്രം പ്രചരിപ്പിച്ചതിന് പിന്നിൽ VD സതീശനെന്ന് EP ജയരാജൻ പറയുന്നു. ഭാര്യയുടെ പരാതിയിൽ തിരുവനന്തപുരത്തെ DCC അംഗം ജോസഫ് ഡിക്രൂസിനെതിരെ കേസുമെടുത്തു. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ഷഫീദ്, VD സതീശന് മറുപടി എന്ന രൂപത്തിലാണ് ഇന്ന് EP ജയരാജൻ ഈ വിഷയങ്ങൾ വിശദീകരിച്ചത് മാധ്യമങ്ങളോട്. അതേസമയം സതീശൻ പറയുന്നത് എന്തൊക്കെയാണോ താൻ ആരോപിച്ചത് അതൊക്കെ സമ്മതിക്കേണ്ട ഒരു നിർബന്ധിതാവസ്ഥയിൽ EPയും രാജീവ് ചന്ദ്രശേഖറും എത്തിയെന്ന്. അങ്ങനെ സതീശൻ അവകാശപ്പെടുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ ആരോപണങ്ങൾ ശരിയാണ് എന്ന് തെളിയുന്ന ഒരു ദിവസമായിരുന്നു ഇന്നത്തേത്. വേണു, ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വൈദേഹം നിരാമയ ബന്ധം ഏതെങ്കിലും തരത്തിൽ നിഷേധിക്കാൻ അത് LDF കൺവീനറായിട്ടുള്ള EP ജയരാജന്റെ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇന്ന് ഈ വിവാദത്തിൽ തിരികൊളുത്തിയ പ്രതിപക്ഷ നേതാവിനെ കടന്നാക്രമിച്ചായിരുന്നു EP ജയരാജൻ അത്രയും പ്രതികരണം നടത്തിയത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വൈദേഹം നിരാമയ ബന്ധം അവരോട് തന്നെ ചോദിക്കണമെന്ന് പറഞ്ഞു ഒഴിയുന്നു. വിവാദത്തിൽ പെടാനാവാത്തതിനാൽ ഭാര്യ PK ഇന്ദിരയ്ക്ക് വൈദേഹത്തിലുള്ള ഓഹരികൾ കൈമാറും എന്ന് അദ്ദേഹം പറയുന്നു. ത്രിപുരയിലെ BJP MPയും രാജീവ് ചന്ദ്രശേഖരനും ഇരിക്കുന്ന ചിത്രത്തിൽ തന്റെ ഭാര്യയുടെ തല വെട്ടിച്ചേർത്തതിന് പിന്നിൽ VD സതീശനാണെന്നും VD സതീശൻ ഫ്രോഡ് രാഷ്ട്രീയമാണ് കളിക്കുന്നതെന്നും ഇന്ന് EP ജയരാജൻ കുറ്റപ്പെടുത്തി. പിന്നാലെയാണ്
ഇന്ന് EP ജയരാജന്റെ നിലപാട് ഘടിപ്പിച്ച് പ്രതിപക്ഷ നേതാവ് PD സതീശൻ രംഗത്തെത്തി. അദ്ദേഹം പറഞ്ഞ കാര്യം ബിസിനസ് ബന്ധമുണ്ടെന്ന് ഉറപ്പിക്കുന്ന തെളിവുകൾ തന്റെ പക്കലുണ്ട്. ഇക്കാര്യത്തിൽ CPM നേതൃത്വം മറുപടി പറയണം. കൂടാതെ കൂടുതൽ, അതായത് കേസടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുന്ന ഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ പുറത്തുവിടുമെന്ന് ഇന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും നിലപാട് കടുപ്പിച്ചു. എന്നാൽ ഇന്ന് രാജീവ് ചന്ദ്രശേഖരന്റെ പ്രതികരണവും നമ്മൾ കണ്ടു. EP ജയരാജനുമായി ബിസിനസ് ഡീൽ ഇല്ല. മാത്രവുമല്ല, മടിയന്മാരായ രാഷ്ട്രീയക്കാരുടെ ആരോപണങ്ങൾക്ക് പിന്നാലെ പോകാൻ തനിക്ക് താല്പര്യമില്ല എന്ന് അദ്ദേഹവും പ്രതികരിക്കുകയും ചെയ്തു. അപ്പോൾ ഈ പ്രതിപക്ഷ നേതാവ് VD സതീശന് ഉയർത്തുന്ന ആരോപണങ്ങൾ, ആ ആരോപണത്തിന് പിന്നാലെ EP ജയരാജനാകട്ടെ രാജീവ് ചന്ദ്രശേഖർ ആകട്ടെ അവർ ഇരുവരും തമ്മിൽ ബിസിനസ് ബന്ധമില്ല എന്നുള്ള കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. പ്രതിപക്ഷ നേതാവാകട്ടെ ഇക്കാര്യത്തിൽ കൂടുതൽ തെളിവുകൾ പുറത്തുവിടും എന്നുള്ള നിലപാടിൽ തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അല്ലെങ്കിൽ EP ജയരാജന്റെ ഭാര്യ PK ഇന്ദിരയുടെ പരാതിയിൽ കോൺഗ്രസ് നേതാവിനെതിരെ വളപട്ടണം പോലീസ് കേസെടുത്തിട്ടുണ്ട്. തിരുവനന്തപുരം DCC അംഗം ജോസഫ് ഡിക്രൂസിനെതിരെയാണ് കേസെടുത്തിട്ടുള്ളത്. വ്യാജരേഖ ചമയ്ക്കൽ, കലാപശ്രമം തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയിട്ടുമുണ്ട്. ഇനിയും നിയമ നടപടിയിലേക്ക് കടന്നാൽ ഒരു പക്ഷേ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് കൂടുതൽ തെളിവുകൾ പുറത്തുവരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടി ഉണ്ടാകും. ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. സുരേഷ് ഗോപിയെ വീട്ടിലേക്ക് ക്ഷണിച്ച് ഗോപിയാശാൻ. സ്നേഹബന്ധമുള്ളവർക്ക് എപ്പോൾ വേണമെങ്കിലും സ്വാഗതമെന്ന് ഗോപിയാശാൻ പറഞ്ഞു. താൻ ഇടതുപക്ഷമാണെന്നും സുരേഷ് ഗോപിയുമായുള്ള സ്നേഹബന്ധം രാഷ്ട്രീയത്തിന് ഉപയോഗിക്കേണ്ട എന്നും കലാമണ്ഡലം ഗോപി പറഞ്ഞു. അങ്ങനെ സുരേഷ് ഗോപി വരും, ഒന്ന് അനുഗ്രഹിക്കണം. ആശാന് പത്മഭൂഷൺ കിട്ടണ്ടേ, അപ്പോൾ ഒന്ന് അനുഗ്രഹിച്ച് വിടുമോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പത്മഭൂഷൺ കിട്ടാൻ വേണ്ടിയിട്ട് സുരേഷ് ഗോപി അനുഗ്രഹിക്കേണ്ട ആവശ്യമില്ല. ഞാൻ അങ്ങനെ സുരേഷ് ഗോപി അനുഗ്രഹിച്ചിട്ട് എനിക്ക് പത്മഭൂഷൺ കിട്ടും വേണ്ട. അപ്പോൾ സുരേഷ് ഗോപി വരുന്നുണ്ട് എന്ന് കേട്ടാൽ അതിന് സന്തോഷമേ ഉള്ളൂ. പക്ഷേ അപ്പം തന്നെ ഒരു കാര്യം പറഞ്ഞത്, സുരേഷ് ഗോപിയെ അനുഗ്രഹിക്കണം, അതിന് ആശാന് പത്മഭൂഷൺ കിട്ടണ്ടേ എന്നൊരു വാക്ക് അവനെ വല്ലാണ്ട് വിഷമിപ്പിച്ചു. സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. സൂരജ്, ഏത് സാഹചര്യത്തിലാണ് ഗോപിയാശാൻ ഈ വിശദീകരണവുമായി ഒക്കെയായി രംഗത്ത് വന്നത്? ഇങ്ങനെ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ ഗോപിയാശാൻ പറയുന്നതും ശ്രദ്ധേയമായി. ഒന്ന്, ആ ഡോക്ടറുടെ പേര് പറയുന്നില്ല. ഡോക്ടർമാരെ പേര് വിളിച്ചല്ല അദ്ദേഹം ഓർമ്മയിൽ സംസാരിക്കുമ്പോൾ പറയുക എന്നൊക്കെ പറഞ്ഞെങ്കിലും ഒരു ഡോക്ടറുടെ പേര് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ വിവാദ കേന്ദ്രമായിരിക്കുന്ന ഡോക്ടറുടെ പേര് ബോധപൂർവം ഗോപിയാശാൻ ഒഴിവാക്കുന്നതാണോ? കൂടാതെ നേരത്തെ ഈ പത്മ അവാർഡിന് വേണ്ടി സുരേഷ് ഗോപിയുമായി ആശയവിനിമയം നടത്തിയിട്ടുണ്ട് എന്ന കാര്യവും ആശാൻ തുറന്നു പറയുന്നുണ്ട്. എന്താണ് ഇപ്പോഴത്തെ ഈ ചുവടുമാറ്റത്തിൻ്റെ കാരണം? വേണു, താൽക്കാലികമായി വിവാദങ്ങൾക്കും അതുപോലെ തന്നെ ഈ ആരോപണങ്ങൾക്കും ഒരു പരിഹാരം കാണുക, അല്ലെങ്കിൽ അത് അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു പ്രതികരണം, അതാണ് ഇന്ന് കലാമണ്ഡലം ഗോപിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പ്രത്യേകിച്ച് ഏറെ രാഷ്ട്രീയ കോളിളക്കങ്ങൾ സൃഷ്ടിക്കുന്ന സാഹചര്യത്തിലേക്ക് ഇത് പോയി. അതോടുകൂടി തന്റെ പ്രതികരണത്തോടു കൂടി ഈ വിഷയത്തിൽ പരിഹാരം കാണുക എന്നുള്ളതാണ് ഗോപിയാശാൻ ലക്ഷ്യമിടുന്നത്. വേണു, ചോദിച്ചതിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ്. ഈ ഡോക്ടർ ആര് എന്ന് സംബന്ധിച്ച് ഒരു വ്യക്തത വരുത്താൻ ഇന്നും ഗോപിയാശാൻ തയ്യാറായില്ല എന്നുള്ളത് തന്നെയാണ് മാധ്യമപ്രവർത്തകർ എടുത്തു ചോദിച്ചിരുന്നു. ഈ ഡോക്ടർ ഏതാണ് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം ഈ ഡോക്ടറുടെ പേര് വെളിപ്പെടുത്താൻ തയ്യാറായില്ല. അദ്ദേഹം പറയുന്ന കുടുംബവുമായി അടുപ്പമുള്ള ഡോക്ടർ, ആ ഡോക്ടറാണ് ഈ പത്മഭൂഷൺ നൽകാം എന്ന തരത്തിൽ പറയുന്നത്. അതാണ് വലിയ മനോവിഷമം ഉണ്ടായത്. അതിന്റെ പേരിലാണ് മകൻ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് എന്നുകൂടി പറയുന്നു. അതേസമയം ഈ പത്മശ്രീ ലഭിക്കുന്നതിന് മുമ്പ് സുരേഷ് ഗോപിയുമായി ഈ പത്മശ്രീ ലഭിക്കുമോ എന്നത് സംബന്ധിച്ചും അതിന് ശുപാർശ ചെയ്യുമോ എന്നത് സംബന്ധിച്ചുമെല്ലാം സുരേഷ് ഗോപിയുമായി ആശയവിനിമയം നടത്തിയിരുന്നു എന്നുള്ള കാര്യവും ഗോപിയാശാൻ സമ്മതിക്കുന്നുണ്ട്. അത് ഒരു സ്വകാര്യ പരിപാടി കഴിഞ്ഞ് തിരിച്ചു വരുന്നതിനിടയിലാണ് സംസാരിക്കുന്നത്. ആ സമയത്ത് സുരേഷ് ഗോപി തന്നെ തനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് അറിയിക്കുകയായിരുന്നു. പക്ഷെ അതിനുശേഷം ഈ പത്മശ്രീ ലഭിച്ചുവെന്നും അന്ന് തന്നെ സുരേഷ് ഗോപി, അതായത് തനിക്ക് ഈ വിഷയത്തിൽ ഇടപെടാൻ കഴിയില്ല എന്ന് അറിയിച്ചതുമാണ്. അങ്ങനെ ഇരിക്കെയാണ് പിന്നീട് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിക്കൊണ്ട് ഈ പത്മഭൂഷൺ നൽകാം എന്ന തരത്തിൽ ഈ ഡോക്ടർ സംസാരിക്കുന്നത് എന്നെല്ലാം തന്നെയാണ് പറയുന്നത്. എന്തായാലും ഈ വിവാദങ്ങൾക്ക് താൽക്കാലികമായ ഒരു പരിസമാപ്തി കുറിക്കുക എന്നൊരു ലക്ഷ്യമാണ് ഇന്നിട്ടത്. അത് നാളുകളിൽ ഫലപ്രാപ്തിയിലേക്ക് എത്തും എന്നുള്ളതാണ് കരുതുന്നത്. സൂരജ് സജിയാണ് തൃശ്ശൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം പനവിളയിൽ വാഹനാപകടം. ടിപ്പറും ഇരുചക്രവാഹനവും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികന് ദാരുണാന്ത്യം. മലയൻകീഴ് സ്വദേശി സുധീർ GS ആണ് മരിച്ചത്. ഹരികൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ഹരികൃഷ്ണൻ, എപ്പോഴായിരുന്നു ഈ അപകടം? എന്താണ് വിശദാംശങ്ങൾ? വേണു, ഈ കഴിഞ്ഞ ദിവസമാണ് ഈ ടിപ്പർ ലോറിയിൽ നിന്നും കരിങ്കൽ ചീള് വീണ് യനന്തു എന്നൊരു ചെറുപ്പക്കാരൻ ആ തരത്തിൽ മരിച്ച ഒരു ദാരുണാന്ത്യം സംഭവിച്ചത്. അതിന് പിന്നാലെ വീണ്ടും തിരുവനന്തപുരത്ത് നിന്ന് ടിപ്പർ ലോറിയും ഇരുചക്ര വാഹനവും കൂട്ടിയിടിച്ച് മറ്റൊരു മരണം കൂടി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. ഈ തിരുവനന്തപുരം തമ്പാനൂരിനടുത്തുള്ള പനവിള ജംഗ്ഷനിലാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത്. ഈ കൊല്ലത്ത് നിന്ന് ഈ തമ്മനൂരിലേക്ക് വരുന്ന വഴിയാണ് ഈ പനവിള. ഇന്ന് 3:30 കൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ അമിത വേഗത്തിലെത്തിയ
എത്തിയ ടിപ്പർ ഇരുചക്ര വാഹനത്തിൽ യാത്ര ചെയ്യുകയായിരുന്ന ഈ സുധീറിനെ ഓവർടേക്ക് ചെയ്ത് അത് മറികടക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ അപകടമുണ്ടാകുന്നത്. ഇതിനുശേഷം ഈ വണ്ടി തട്ടിയതിനു ശേഷം ഇയാൾ റോഡിലേക്ക് വീഴുകയും ഈ ടിപ്പർ ലോറിയുടെ ചക്രങ്ങൾ ഇയാളുടെ ശരീരത്തിലൂടെ കയറി ഇറങ്ങുകയും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടായി. അതിൽ സംഭവ സ്ഥലത്ത് തന്നെ ഇയാൾ മരിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഈ അപകടത്തിന് ശേഷം ഈ ടിപ്പർ ലോറിയുടെ ഡ്രൈവർ ഇറങ്ങി ഓടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നാട്ടുകാർ ഓടിച്ചിട്ട് പിടികൂടിയാണ് ഈ പോലീസിന് കൈമാറിയത്. ഏതായാലും സംഭവത്തിൽ കന്റോൺമെന്റ് പോലീസ് കേസെടുത്തിട്ടുണ്ട്. നിലവിൽ ഈ വാഹനവും ഡ്രൈവറും പോലീസ് കസ്റ്റഡിയിലാണ്. ഈ സുധീറിന്റെ മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. വേണു. ശരി, ഹരികൃഷ്ണനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. വിഴിഞ്ഞം തുറമുഖത്തേക്ക് അമിതഭാരം കയറ്റിപ്പോയ ലോറിയിൽ നിന്നും കരിങ്കല്ല് വീണ് മരിച്ച അനന്തുവിന് നാടിന്റെ വിട. മുക്കോലയിലെ വീട്ടിലും നെയ്യാറ്റിൻകരയിലെ കോളേജിലും നൂറുകണക്കിന് ആളുകളാണ് അനന്തുവിന് അന്തിമോപചാരം അർപ്പിച്ചത്. സംഭവത്തിൽ അന്വേഷണത്തിന് ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ ഉത്തരവിട്ടു. ഈ ജീവൻ പോകുമ്പോൾ മാത്രമാണ് എല്ലാവരും ഇതിനെപ്പറ്റി ചിന്തിക്കുന്നത്. ഞാൻ പറയുന്നുണ്ട്, എന്നോട് ദേഷ്യം തോന്നരുത്. ഒരു ജീവൻ പോകുമ്പോൾ നിങ്ങളെല്ലാവരും പ്രതിഷേധിക്കാറുണ്ട്, സമരം ചെയ്യാറുണ്ട്. ആ ജീവൻ പോകാതിരിക്കാനുള്ള നടപടിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ എല്ലാവരും എന്നെ ആക്രമിക്കുന്നതിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് എന്ന് പറയുന്നത് എൻ്റെ കണ്ടുപിടുത്തമൊന്നുമല്ല. ഞാൻ നിങ്ങൾക്ക് തന്നെ അതിൻ്റെ കേന്ദ്ര നിയമത്തിൽ പറയുന്ന എന്തൊക്കെ പരിശോധിക്കണം എന്നുള്ള കടലാസ് ഇന്ന് തരാം. ഒന്ന് വായിച്ച് നോക്കിയിട്ട് പറയാം. ഞാനിതിൻ്റെ ആളല്ല. നമ്മൾ അച്ചടക്കം വേണം, ഡ്രൈവിങ്ങിലൊരു ഡിസിപ്ലിനും. ഈ വിഷയത്തിൽ കർശനമായ നടപടി ഉണ്ടാകും, അത് വേറെ കാര്യം. അത്തരം കെയർലെസ് ആയിട്ടുള്ള യാത്രകൾ, ഈ ലോറികളുടെ മരണപ്പാച്ചിലുകളും ഒക്കെ കുറയ്ക്കാനുള്ള നടപടി എന്താണെന്ന് ഞാനിപ്പോൾ വ്യക്തമാക്കുന്നില്ല, പുറകെ വരും. അപ്പോൾ എല്ലാവരും സഹകരിക്കണം എന്ന് മാത്രമേ പറയാനുള്ളൂ. MG പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. പ്രതീഷ്, ഈ പറയുന്ന മേഖലയിൽ ഈ ടിപ്പർ ലോറികളുടെ പായൽ, അതിൻ്റെ ഭാഗമായുള്ള അപകടം, ഇതിനു മുൻപും കാലൊക്കെ നഷ്ടപ്പെട്ടു, അപകടത്തിൽ അങ്ങനെയുള്ള ആളുകളുണ്ട് അവിടെ, നാട്ടുകാരുടെ വലിയ രോഷമുണ്ടായിട്ടുണ്ട്. എന്നിട്ടും ഇതൊക്കെ സംഭവിക്കാൻ ഇപ്പോൾ ഒരു ജീവനും നഷ്ടമായിരിക്കുകയാണ്. എന്തൊക്കെ കർക്കശമായ നടപടികൾ ഉണ്ടാകുമെന്ന് കരുതാം? കൂടാതെ ഈ അദാനി ഗ്രൂപ്പൊക്കെ ഇതിൽ നഷ്ടപരിഹാരം നൽകണമെന്നൊക്കെ മന്ത്രി പറയുന്നു. ആ രൂപത്തിലൊക്കെയുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് കരുതാമോ? വേണു, അനന്തുവിന്റെ മരണത്തിലേക്ക് നയിച്ച അപകടവുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധമാണ് വിഴിഞ്ഞം മുക്കോല മേഖലയിൽ ഉണ്ടാകുന്നത്. കാരണം ഇത്തരത്തിൽ അപകടം ആദ്യ സംഭവമല്ല. നേരത്തെയും പല സമയങ്ങളിൽ ടിപ്പർ ലോറികൾ അപകടമുണ്ടാക്കിയിട്ടുണ്ട്. നേരത്തെ വേണു സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു യുവതിയുടെ കാലടക്കം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്നൊക്കെ പരാതി നൽകിയിട്ടും അധികൃതർ വേണ്ട നടപടി സ്വീകരിച്ചില്ല എന്നതാണ് പ്രധാനമായും നാട്ടുകാരടക്കം പറയുന്നത്. അന്ന് കൃത്യമായ ഒരു ഇടപെടൽ പോലീസിന്റെയോ മറ്റ് അധികാരികളുടെയോ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നുവെങ്കിൽ അനന്തുവിന് ഇത്തരത്തിലൊരു ദാരുണമായ മരണം സംഭവിക്കില്ല എന്നതാണ് കുടുംബമടക്കം പറയുന്നത്. അതുകൊണ്ട് തന്നെ ശക്തമായ ഒരു അന്വേഷണം, ഒപ്പം നടപടി ഈ കാര്യത്തിൽ ഉണ്ടാകുമെന്ന് നിലവിൽ സർക്കാരും ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇന്ന് ഉച്ചയോടുകൂടിയാണ് അനന്തുവിന്റെ മൃതദേഹം വിഴിഞ്ഞം മുക്കോലയിലെ വീട്ടിലെത്തിച്ചത്. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും മന്ത്രി GRNലും അടക്കം ഈ വീട്ടിൽ സന്ദർശനം നടത്തിയിരുന്നു. അനന്തുവിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുന്നതിനൊപ്പം ശക്തമായൊരു നടപടിയും വിദ്യാഭ്യാസ മന്ത്രി കുടുംബത്തിന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. മാത്രമല്ല, ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ നിലവിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. ഇത്തരത്തിൽ നിയമലംഘനം നടത്തുന്നവർക്കെതിരെ ശക്തമായൊരു നടപടി എടുക്കുമെന്നതാണ് സർക്കാർ നൽകുന്ന ഉറപ്പ്. പക്ഷേ ഈ നേരത്തെയും ഇത്തരത്തിൽ ഉറപ്പുകൾ നൽകിയിട്ടും ഇതൊന്നും തന്നെ പാലിക്കപ്പെടുന്നില്ല എന്നതാണ് നാട്ടുകാർ പറയുന്ന കാര്യം. ഇക്കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇന്നും വിഴിഞ്ഞം മേഖലയിൽ വലിയ പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും സർക്കാർ നൽകിയ ഉറപ്പുകൾ പാലിക്കപ്പെടുമെന്ന ഒരു പ്രതീക്ഷയിലാണ് നിലവിൽ അനന്തുവിന്റെ കുടുംബവും ഒപ്പം വിഴിഞ്ഞം മേഖലയിലുള്ളവരും നിലവിലുള്ളത്. വേണു. ശരി, MG പ്രതീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഈ റിപ്പോർട്ടോടെ ഇന്ന് സംഭവിച്ചത് പൂർണ്ണമാകുന്നു. ഇനി ഇലക്ഷൻ സ്റ്റണ്ടുമായി R ശ്രീകണ്ഠൻ നായരും S വിജയകുമാറും ചേരും.